ഹായ്, നമുക്ക് ഇനി പറയേണ്ട അടുത്ത ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഇത് +2 പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റിയും ഡിഫിക്കൽറ്റിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ടേ ഈ ഒരു ക്ലാസ് കേട്ട് എന്ത് ചെയ്യാം, അന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള ഡൗട്ട്സൊക്കെ ആ ഒരു സമയത്ത് തന്നെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഈ ഒരു ഇതിൻ്റെ ബേസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്താണോ ആദ്യം തൊട്ട് പറയുന്നത് അതുപോലെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഈ ഒരു രണ്ട് ക്ലാസ് ഒന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ട് പിന്നെ അടുത്ത് ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസിയേഷനിൽ അത് ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് തൊട്ട് തന്നെ കേട്ടിട്ട് വേണം എന്ത് ചെയ്യണം, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. അപ്പം നമുക്കറിയാം y f(x) എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, അതായത് നമ്മൾ f(x) എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഒരു x² എന്നുള്ള ഒരു ഫംഗ്ഷൻ ഓഫ് f(x) എന്ന് പറയും. അപ്പോൾ ഈ എക്സിന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു റിസൾട്ട് വന്നു y എന്ന് പറയുന്നു. അപ്പം അതേപോലെ എക്സിൻ്റെ വാല്യൂ നമ്മൾ മാറ്റുമ്പം എന്ത് ചെയ്യുന്നുണ്ട്, വൈയുടെ വാല്യൂ വേറൊരു വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും, ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ എക്സ് നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടുന്നത്, 1 തന്നെ കിട്ടും. എക്സിന് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 4 കിട്ടും, x² അല്ലയോ. അതേപോലെ തന്നെ എക്സിന് നമ്മൾ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടും, 9 കിട്ടും. x² എന്ന് പറയുന്നത് 9. അപ്പം ഈ എക്സ് വാരി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വൈ വാല്യൂസും വാരി ചെയ്യുന്നുണ്ട്, അതായത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ചസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഡിഫറൻസിയേഷന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് നമ്മളതൊരു പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് എക്സ് വാരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വൈ വാല്യൂ വാരി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്കത് എങ്ങനെ എഴുതുന്ന പറയുന്നത്, dy/dx. എങ്ങനെയത് വായിക്കുന്നത്, dy/dx. അത് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ. എന്താ പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ, അതായത് വൈ വാല്യൂ എങ്ങനെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് എക്സ് എന്നുള്ള ഈ വാല്യൂവിൻ്റെ ചേഞ്ചിനനുസരിച്ച് എവിടെ ചേഞ്ച് വരും എന്നാണ് പറയുന്നത്, വൈ വാല്യൂസിൽ ചേഞ്ച് വരും എന്നുള്ളതാണ് ഏതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ dy/dx എന്ന് പറയുന്നത്. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്, ഒരു എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ അതിന് എത്രത്തോളം റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ ഒരു പ്രോസസ്സിനെ എന്ത് പറയുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറയുന്നത് എന്തായാലും മീൻ ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ് വാല്യൂ ചേഞ്ച് വരുന്നതിനനുസരിച്ച് വൈ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അത് നമ്മളൊരു മെത്തേഡിലൂടെ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിഫറൻസിയേഷനിലൂടെ കിട്ടുന്ന നമ്മുടെ ആ ഒരു റിസൾട്ടാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഈ ഒരു ഡെറിവേറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പലാണ് ഇതെന്ന് പറയുന്നത്, dy/dx എന്ന് പറയുന്നത്. അതേപോലത്തെ ഇതിന് വേറെ എഴുതിയിട്ട് y' എന്ന് കൊടുക്കാം. അതും എന്താണ്, ഡെറിവേറ്റീവ് നാം മീൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ f'
എക്സ് എന്ന് കൊടുക്കാം. അതും എന്താണ്, ഡെറിവേറ്റീവാണ് മീൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡെറിവേറ്റീവ് എന്നുള്ള ഒരു ടേം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ടേംസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് എന്താണ് യൂസ് ചെയ്യുന്ന ഒരു പിന്നെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് dy ബൈ ഡി എക്സ്. അത് പറഞ്ഞാൽ എന്താണ്, എക്സിന് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് വൈയുടെ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എത്ര എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ dy ബൈ ഡി എക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷിയേഷനിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്സിൽ ആദ്യം പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്, അതായത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതേ ഇതിൻ്റെ ഒരു എന്താണ് സൊല്യൂഷനുള്ളൂ. ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് പിന്നെ ഏത് ഫംഗ്ഷൻ എന്നാലും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇതിങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്, dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ലിമിറ്റ് ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് h മൈനസ് f ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ h. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ലിമിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കാണുന്നത്. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽസ് ടു ലിമിറ്റ് h ടെൻസ് ടു 0. എങ്ങനെ നമ്മുടെ ഇക്വേഷൻ വരുന്നത്, f ഓഫ് എക്സ് പ്ലസ് h മൈനസ് f ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു, h. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ y വാല്യൂ എക്സ് വാല്യൂവിനനുസരിച്ച് എക്സ് വാല്യൂവിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് y വാല്യൂവിൽ വരുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് പറയുന്നത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു എൻ്റെ റിസൾട്ടാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പറഞ്ഞ എന്താണ്, dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് h മൈനസ് f ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ h. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മളോടൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10x ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് f ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10x എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് h മൈനസ് f ഓഫ് എക്സ് ഡിവൈഡ് ബൈ h. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ f ഓഫ് എക്സ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. നമുക്കറിയാം എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 10x ആണ്. അപ്പം ഈ f ഓഫ് എക്സിൻ്റെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ് പ്ലസ് h എന്നാണ്. അതായത് എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൂടെ കൊടുക്കണം, ഒരു പ്ലസ് h കൂടെ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 10x ആണെന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് 10x ആണ്. പക്ഷെ ഇവിടെ ഇക്വേഷനിൽ എങ്ങനെയാണ്, എക്സ് പ്ലസ് h ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 10x പ്ലസ് h. ഓക്കെ, മൈനസ് പിന്നെ എന്താണ് ഇവിടെ f ഓഫ് എക്സ്, അതായത് നമ്മുടെ ഇക്വേഷൻ ഫംഗ്ഷൻ അതുപോലെ എഴുതി വെക്കുക. അപ്പോൾ എന്താണത്, 10x ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, h.
ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0, 10 ഇൻറ്റു എക്സ് എന്ത് വരും 10x പ്ലസ് 10 ഇൻറ്റു എച്ച് 10h, ഇവിടെ മൈനസ്, ഇവിടെ ഒരു ടേമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ആ മൈനസ് അതുപോലെ തന്നെ എഴുതി വെക്കാം. ഡിവൈഡഡ് ബൈ h ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0, ഇവിടെ ഒരു പ്ലസ് 10x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 10x ഉണ്ട്, അപ്പോൾ അതെന്തായിട്ട് മാറി 0 ആയിട്ട് മാറി. പിന്നെ ഉള്ളത് എന്താണ് 10h ആണ്. 10h ഡിവൈഡ് ബൈ h ആണ് പിന്നെ ഉള്ളത്. അപ്പം ഇസ് ഈക്വൽ ടു എന്ത് വരും, ഈ എച്ചും ഈ എച്ചും ക്യാൻസൽ ചെയ്യാം, അപ്പം നമ്മുടെ റിസൾട്ട് എന്ത് വരും 10 വരും. അപ്പം ഈ 10x എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏതാണ് 10 ആണ്. അപ്പം നമ്മളിത് ഏത് മെത്തേഡിലൂടെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തത്, ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡിലൂടെ, അതായത് dy/dx ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h മൈനസ് f of x ഹോൾ ഡിവൈഡ് ബൈ h എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ 10x എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. f of x is equal to 2x square. 2x square. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ആ എക്സ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം. ആ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വരുന്നിടത്ത് ഒരു എച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, dy/dx is equal to ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h മൈനസ് f of x ഡിവൈഡ് ബൈ h. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ വരും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് എച്ചിന് എങ്ങനെ വരും, നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് 2x² ആണ്. അപ്പം 2 എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം, എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. പിന്നെ എന്ത് വരും, ആ സ്ക്വയർ അതുപോലെ തന്നെ എഴുതാം. എക്സ് എവിടെ വരുന്നു അവിടെ ഈ ഒരു സ്ഥലത്തും എന്ത് ചെയ്യും, എക്സ് പ്ലസ് എച്ച് കൊടുക്കണം, മൈനസ് എഫ് ഓഫ് എക്സ് നമ്മുടെ ഈ ഫംഗ്ഷൻ തന്നെ എടുത്തെഴുതാം, 2x² ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 2 ഇൻറ്റു, നമുക്ക് ഈ ഒരു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, a² പ്ലസ് b² a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ആ ഒരു ടേമിലല്ലേ നിൽക്കുന്നത്, ഇല്ലയോ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, a² പ്ലസ് 2ab പ്ലസ് b² എന്നല്ലേ. അപ്പോൾ ഈ ഒരു ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിന് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും, ഈ 2 നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് എടുക്കുന്നു. ഈ 2 ഇതിന് എന്താണ് മുഴുവനും ബാധകമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 2നെ പുറത്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, x² പ്ലസ് 2ab 2xh മൈനസ് പ്ലസ് പിന്നെ എന്ത് വരും, b² h². പിന്നെ എന്ത് ചെയ്യുക, ഈ മൈനസ് 2h² അതുപോലെ ഇത് 2x². ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണേ, കാരണം ഇതിൽ മാത്രം വരുന്നതാണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും, h വരും. എങ്ങനെ എഴുതും, ലിമിറ്റ് h ടെൻസ് ടു 0, ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാം. അപ്പോൾ എങ്ങനെ വരും, 2x² പ്ലസ് 2 ഇൻറ്റു 2xh. അപ്പോൾ എന്ത് വരും, 4xh പ്ലസ് 2 ഇൻറ്റു h² 2h² മൈനസ് 2x² ഹോൾ ഡിവൈഡഡ് ബൈ h. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് 2x² ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് 2x² ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ എങ്ങനെ വരും, 4xh പ്ലസ് 2h² ഡിവൈഡഡ് ബൈ എന്ത് വരും, h വരും. ഇവിടെ ഇങ്ങനെ എഴുതണേ, ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. അപ്പോൾ എങ്ങനെ വരും, ലിമിറ്റ് h ടെൻസ് ടു 0. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇവിടെ h ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിനോമിനേറ്റർ എന്ത് വരും, 0 ആയിട്ട് വരും. അപ്പോൾ ഈ 0 hനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ എന്ത് വരാം, നമുക്ക് ഇവിടെ
4xh ഉണ്ട്, ഇവിടെ ഒരു 2h² ഉണ്ട്. അപ്പോൾ രണ്ടിലും h എന്തുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു hനെ എന്ത് ചെയ്യാം, പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും, അതിന് ഇവിടെ ഒഴിവാക്കണേ, എങ്ങനെ വരും, ഇവിടെ എച്ചിനെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു ഇവിടുന്ന് എന്ത് പോയി, ഒരു h പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ, 4x ഉള്ളൂ. പിന്നെ പ്ലസ് ഇവിടെ 2h² ഒരു x പോയി, അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ടായിരിക്കും, 2h ഉണ്ടായിരിക്കും, ഡിവൈഡ് ബൈ h. അപ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ ലിമിറ്റ് എങ്ങനെ വരും, പിന്നെ h ടെൻസ് ടു 0 4x പ്ലസ് 2h എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എച്ചിന് വാല്യൂ കൊടുക്കുമ്പോൾ ഈ ടേം മുഴുവൻ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4x എന്നായിരിക്കും. അപ്പം 2x² എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, 4x എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു എന്താണ് ഫോർമുല പഠിച്ചു വെക്കുക. എന്നിട്ട് എന്താണ് മാത്സിലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻറ്റു ചെയ്യുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കുക. അത്രേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to 1/x by using ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പം ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും എഴുതുകയാണ്, നിങ്ങൾക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അത് എഴുതുന്നത്. dy/dx is equal to എന്താ പറയുന്നത്, ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x divided by h. ഓക്കെ, is equal to ലിമിറ്റ് h ടെൻസ് ടു 0. ഞാൻ പറഞ്ഞു എക്സിൻ്റെ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് എച്ച്. ഈ ഒരു സ്ഥലം വരുമ്പം എക്സിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം, എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 1/x എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം, എക്സ് പ്ലസ് എച്ച്. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x. ഓക്കെ, ഡിവൈഡഡ് ബൈ പിന്നെ എന്ത് ചെയ്യണം, ഈ എച്ചും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരാം, ലിമിറ്റ് h ടെൻസ് ടു 0. നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇത് 1/x പ്ലസ് എച്ച് മൈനസ് 1/x. അപ്പം എങ്ങനെ വരും, 1 ഇൻറ്റു എക്സ് മൈനസ് ഇങ്ങനെ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, പ്ലസ് എക്സ് പ്ലസ് എച്ച്. അവിടെ മൈനസ് ആയിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഡിവൈഡ് ബൈ എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം, എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾ ഡിവൈഡ് ബൈ ഇതിവിടെ എന്ത് വരുന്നുണ്ട്, ഒരു എച്ച് കൂടെ വരുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ല എന്ന് തോന്നുന്നു. എന്താ പറഞ്ഞത്, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് ചെയ്തത്. ഇതെന്ത് ചെയ്യുന്നു, ആദ്യം 1/x എക്സ്. ഓക്കെ, പിന്നെ ഈ മൈനസ് ആണ് ഇവിടെ വന്നത്, മൈനസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് കൊടുക്കുമ്പം ഈ മൈനസ് വന്നതുകൊണ്ട് ഇവിടെ അടുത്ത് 2 ടേം വരുന്നുണ്ട്. അപ്പം എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. അതായത് ഇപ്പം നമ്മൾ 1/2 മൈനസ് 3/4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 1 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 3 6 ഡിവൈഡ് ബൈ പിന്നെ എന്ത് ചെയ്യണം, ഇതും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 4 8. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും അതാണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഈ എച്ച് എന്നുള്ള ഒരു ടേം വീണ്ടും അവിടെ വരുന്നുണ്ട്. അതാണ് വീണ്ടും എന്ത് ചെയ്തത്, നമ്മളിവിടെ ഡിവിഷൻ ചെയ്തത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ വരുമ്പോൾ എങ്ങനെ വരും, ഇത് വെച്ചിട്ടുണ്ട് ഇസ് ഈക്വൽ ടു അങ്ങനെ വന്നു, ലിമിറ്റ് h ടെൻസ് ടു 0 എക്സ് മൈനസ് ഈ മൈനസ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു മൈനസ് കൊണ്ട് ഈ രണ്ട് ടേമിന് എന്ത് ചെയ്യാം, ഇൻറ്റു ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ ഇങ്ങനെ വരും, ഇത് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എച്ച്. സോറി, എച്ച് അല്ല എക്സ് ആണ്, ഇത് എക്സ് ആണ്.
ഈ എക്സ് അല്ലേ ഇവിടെ ഉണ്ട് ഇൻറ്റു എക്സ്. പിന്നെ ഈ ഡിവൈഡ് ബൈ എച്ച് വന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻറ്റു 1/h എന്ന് ചെയ്തുകൂടെ. അതായത് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ വെച്ച് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അപ്പം ഈ താഴെ വന്നിട്ടുള്ള എച്ചിനെ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് 1/h എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇൻറ്റു ചെയ്യാം. അടുത്തങ്ങനെ വരും, ലിമിറ്റ് h ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. മുകളിൽ എങ്ങനെ വരും, ഈ എക്സും ഈ എക്സും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും, -h എന്ന് വരും ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു പിന്നെ ഈ എച്ച് വരും എച്ച്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് വേണം, ഈ എച്ചിന് നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഈ എച്ചിന് ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ മുഴുവൻ എന്ത് വരും, 0 വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എച്ചിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഈ മുകളിലുള്ള എച്ചും ഈ ഒരു എച്ചും എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. അപ്പം എങ്ങനെ വരും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 -1. ഇവിടെ എച്ച് പോയി, പിന്നെ അവിടെ എന്തേ ഉള്ളൂ, -1 ഉള്ളൂ. എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് 0 എച്ചിന് നമ്മൾ പുട്ട് ചെയ്യുമ്പം എങ്ങനെ വരും, ഇസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു -1. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, -1 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് എന്ത് പറയുന്നത്, 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ടേം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. കാരണം നമുക്ക് ഇനി ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടേമൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ x² + 2x + 1/x എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു 1/xനെ ഇത്രയും സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ എന്താണ് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, -1/x² എന്നാണ്. ഇതൊരു റിസൾട്ടാണ്. അപ്പം നിങ്ങളത് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡെറിവേറ്റീവ് ഓഫ് എന്താണ് 1/x എന്ന് പറഞ്ഞാൽ എന്താണ്, -1/x² ആണ്. എന്താണ് 1/dydx ഓഫ് എന്തിൻ്റെ 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, -1/x² ആയിരിക്കും എന്ന് പറയുന്നത് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x². ഓക്കെ, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഫോർമുലയും ഈ ഒരു എന്താണ് കാര്യവും നിങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് നമ്പറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഒരു ഫോർമുല എന്ന് പറയുന്നത്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നാളെ ഇത് ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതിന് 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഇടാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള എന്താണ് ഡിഫറൻഷിയേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.